5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു ചിക്കാഗോ നഗരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പക്ഷേ ചിക്കാഗോ പോലത്തെ ഒരു വലിയ നഗരം 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവും. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ചിക്കാഗോ നഗരം. അതുപോലെ ഓരോ 5 വർഷത്തിലും ഇന്ത്യയിൽ ഓരോ വമ്പൻ നഗരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 2047 ഇന്ത്യ 30 ലക്ഷം കോടി ഡോളർ സമ്പദ്ഘടനയുള്ള ഒരു രാജ്യമായിട്ട് മാറും. ഇതൊക്കെ പറഞ്ഞത് G20 ഷെയർപ്പയായിട്ടുള്ള അമിതാഭ് കാന്തയാണ്. അമിതാഭ് കാന്ത ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല, കൃത്യമായ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ കൂടുതലും യുവാക്കളാണ്. ആ യുവാക്കളുടെ എണ്ണം രാജ്യത്തിന്റെ കുതിപ്പിന് സഹായകരമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. G20 അംഗരാഷ്ട്രങ്ങളുടെ തലവന്മാരുമായും സർക്കാർ മേധാവികളുമായിട്ടും കൂടിക്കാഴ്ച നടത്തി ചർച്ചാ പ്രബന്ധങ്ങളും കരാറുകളും G20 ഉച്ചകോടിയിലേക്ക് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ നേതാവാണ് G20 ഷെയർപ്പയായ അമിതാഭ് കാന്ത. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2047 ഇന്ത്യ 30 ലക്ഷം കോടി ഡോളർ സമ്പദ്ഘടനയായിട്ട് മാറും. ഇപ്പോൾ 4 ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന. 2047 അത് 30 ലക്ഷം കോടിയായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ഒരു വലിയ വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിയെ മറികടന്ന് 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ഇന്ത്യയിൽ പുതിയ 500 നഗരങ്ങൾ കൂടി സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് അമിതാഭ് കാന്ത പറയുന്നത്. കാരണം 50 ലക്ഷം ആളുകളാണ് നഗരത്തിലേക്ക് ചേക്കേറാൻ പോകുന്നത്. അത്രയ്ക്ക് വേഗത്തിലാണ് ഇന്ത്യയിൽ നഗരവൽക്കരണം നടക്കുക. അവിടെയാണ് അദ്ദേഹം പറയുന്നത് ഓരോ 5 വർഷത്തിലും ഒരു പുതിയ ചിക്കാഗോ നഗരം എന്ന രീതിയിൽ ഇന്ത്യയിൽ അത്രയും തന്നെ വലിയ നഗരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അടുത്ത 50 വർഷത്തിനുള്ളിൽ 2 അമേരിക്ക ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ മനസ്സിലെടുക്കുക. അമേരിക്കയിൽ ഒരുപാട് നഗരങ്ങളുണ്ട്, 30 കോടിയോളം പോപ്പുലേഷനുള്ള ഒരു രാജ്യം. ആ അമേരിക്കയെ പോലത്തെ 2 അമേരിക്കകൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയിലുള്ള നഗരങ്ങളുടെ എണ്ണം എടുക്കുക, അമേരിക്കയിലെ നഗരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ എണ്ണം എടുക്കുക, അതിന്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ അത്രയേറെ നഗരങ്ങളും നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരും അടുത്ത 50 വർഷത്തിൽ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകും. ഇന്ത്യക്കുള്ളിൽ 2 അമേരിക്ക എന്ന് പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ഒരു വിലയിരുത്തലായിട്ട് നമുക്ക് കാണാം. ഇന്ത്യയിൽ ഇപ്പോൾ 150 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. എന്നാൽ 400 വിമാനത്താവളങ്ങൾ കൂടി ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ വരുന്ന വർഷങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച നമ്മുടെ രാജ്യത്തുണ്ടാകും. നമുക്കിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാകുമോ എന്ന് നമുക്ക് തോന്നാം. ഉദാഹരണം ചൈന എടുക്കൂ. ചൈനയിൽ ഒരു 50 വർഷം മുമ്പ് പോയിട്ടുള്ള ആളുകൾക്ക് ഇന്നത്തെ ചൈന ഒരു സ്വർഗതുല്യമായ ലോകമായി തോന്നാം. വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു 40 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ചൈനയിൽ പോയ ആളുകൾക്ക് ഇന്നത്തെ ചൈന കാണുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. അത്രയും വലിയ പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ നമ്മളിപ്പോൾ 2025 നിൽക്കുന്നത്. അതായത് 2047 എന്ന് പറയുമ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10-22 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയ്ക്ക് വലിയ നഗരങ്ങൾ ഉണ്ടാക്കാനും വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി വന്ന സമയത്തിന്റെ പകുതി സമയം മതിയായിരുന്നു ചൈനയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ. കാരണം അമേരിക്ക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ടെക്നോളജിയുടെ വളർച്ച പരിമിതമായിരുന്നു. ഇപ്പോൾ ഒരു പാലം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരു റോഡ് നിർമ്മാണം നടത്താൻ, പുതിയ കെട്ടിടങ്ങൾ പണിയാൻ വളരെ കൂടുതൽ സമയം വേണ്ടി വന്നിരുന്നു അമേരിക്ക ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറുന്ന കാലയളവിൽ. എന്ന് വെച്ചാൽ അമേരിക്ക ഒരു 10 വർഷം കൊണ്ട് ചെയ്ത പ്രോജക്റ്റ് ചൈന 5 വർഷം കൊണ്ട് പൂർത്തിയാക്കി. എങ്ങനെയാണ് ഇത് സാധിച്ചത്? അത് ചൈനയുടെ മാത്രം മികവായിരുന്നില്ല. മനുഷ്യ സമൂഹം സാങ്കേതികമായിട്ട് വളർന്നത് കൊണ്ടാണ് ചൈനയ്ക്ക് അത് സാധിച്ചത്. അമേരിക്ക ഒരു 5 വർഷം കൊണ്ട് പണിത ഒരു പാലം ചൈനയ്ക്ക് 2 വർഷം കൊണ്ട് പണിയാൻ സാധിക്കും. കാരണം ടെക്നോളജി അത്രത്തോളം വളർന്നു. കൂടുതൽ മോഡേൺ ആയിട്ടുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പൊ ജോലിയുടെ വേഗത കൂടും, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവയുടെ ക്വാളിറ്റി കൂടും, ഇവയുടെ ആകൃതിയിലും രൂപത്തിലും ഒക്കെ വ്യത്യാസം വരും. 50 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു പാലവും ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു പാലവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 50 വർഷം മുമ്പ് പണിത ഒരു കെട്ടിടവും ഇപ്പോൾ പണിയുന്ന കെട്ടിടങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇപ്പോൾ ചൈനയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വേറെ ലെവലാണ്.
മനോഹരമായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളാണ്, നല്ല രീതിയിൽ മോഡേൺ ആയിട്ടുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. എന്നാൽ നമ്മൾ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണില്ല. അമേരിക്കയിലെ ഈ വലിയ നഗരങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം പണിതത് 50 വർഷമോ 60 വർഷമോ ഒക്കെ മുമ്പാണ്. അപ്പൊ അന്നത്തെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ നഗരങ്ങളുടെ പരിമിതി ഇന്ന് നിർമ്മിക്കുന്ന നഗരങ്ങൾക്കില്ല. അപ്പൊ ഇവ കുറെ കൂടെ മികച്ചതായി നമുക്ക് തോന്നും. ഇതേ ലോജിക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ ചിന്തിക്കുക. ചൈന അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള നഗരങ്ങൾ പണിയുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രത്തോളം ഡെവലപ്പ് ആയിട്ടില്ല, ടെക്നോളജി ഇത്രത്തോളം ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 10-20 വർഷം എന്ന് പറയുന്നത് ചൈനയിൽ നടന്നതിനേക്കാൾ വേഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ അമേരിക്ക ഡെവലപ്പ് ആകാൻ എടുത്തതിന്റെ പകുതി സമയം മതി ചൈനയ്ക്ക് അത് ആവാനായിട്ട്. എന്നാൽ ചൈന എടുത്തതിന്റെ പകുതി സമയം ഇന്ത്യക്ക് വേണ്ടി വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു 20-22 വർഷം കൊണ്ട് വിശ്വസിക്കാനാകാത്ത വളർച്ച നമ്മുടെ രാജ്യത്തുണ്ടാകും. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്കത് കാണാനും കഴിയും. അതിന് പുതിയ ടെക്നോളജി നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഈ മാറ്റം നാളെ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകും. ഇതിനേക്കാൾ വേഗത്തിൽ ആഫ്രിക്ക ചിലപ്പോൾ ഭാവിയിൽ ഡെവലപ്പ് ആവും. 2100 അടുത്തെത്തുമ്പോൾ ഇന്ത്യയെക്കാളും ചൈനയെക്കാളും അമേരിക്കയെക്കാളും ചിലപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഡെവലപ്പ് ആയേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചൈനയുടെ കാലം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ കാലമാണ്. ഇന്ത്യ ആ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ മറ്റൊരു രാജ്യവും വന്നേക്കാം. പക്ഷേ നമുക്ക് സന്തോഷിക്കാം, 2047 നമ്മൾ വളരെ വികസിതമായ ഒരു രാഷ്ട്രമായി മാറും ഈ നിലയ്ക്ക് പോയാൽ പോലും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.